കഴിയുന്നതും രാജുവിന്റെ വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകുന്നതാ നിനക്ക് നല്ലത്. എത്രയൊക്കെ വന്നാലും അത് സ്വന്തം ഭർത്താവിന്റെ വീടല്ലേ. ഭർത്താവിന്റെ അമ്മയെന്ന് പറയുമ്പോ പെൺകുട്ടികൾക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാ. വേദ, ഗിരിയില് ആ സ്വാതിയുടെ പ്രേതം കയറിയോ? ഭയങ്കര ഉപദേശം. ചിലപ്പോ കേറിക്കാണും. എനിക്കും ചില നേരത്ത് അങ്ങനെ തോന്നാറുണ്ട്. ഞാനൊരു പൊതു തത്വം പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ആ തത്വം എന്റെ കാര്യത്തിൽ എടുക്കണ്ട. ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് തിരിച്ച് ഇങ്ങോട്ടും വേണം. മകന്റെ ഭാര്യ സ്വന്തം മോളായിട്ട് കാണാൻ അമ്മായിയമ്മയ്ക്കും പറ്റണം. കളഗൗരി, എന്തായാലും നിന്റെ ആഗ്രഹം നടന്നില്ലേ? എങ്ങോട്ട് പോകാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഇവിടെ ഒന്ന് നിൽക്ക്. ടിക്കറ്റുമായിട്ട് വന്നോളെന്ന രാജീവ് പറഞ്ഞ്. ജോലി കഴിഞ്ഞ് രാത്രി രാജീവിങ് എത്തും. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ചോദിക്കാനും പറയാനും ആളില്ലാന്ന് തോന്നലൊന്നും നിനക്ക് വേണ്ട. അവര് ചോദിച്ച തുക മുഴുവനും വക്ക് പൊട്ടാതെ എണ്ണിക്കൊടുത്തിട്ടാ നിന്നെ അങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് നിന്നെ ആരും ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് അനുവദിക്കാനും പാടില്ല. നല്ല ബെസ്റ്റ് ഉപദേശം. പണ്ടൊക്കെ ഭർത്താവിന്റെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്ന പെണ്ണുങ്ങളോട് വീട്ടുകാർ പറയാറുണ്ടായിരുന്നത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കണമെന്നായിരുന്നു. ഇവിടെ ഒരാൾ പറയുന്ന കേട്ടില്ലേ, തോറ്റു കൊടുക്കലെന്ന്. എന്താ ഇത്തിരി തോറ്റു കൊടുത്താല്? അവര് പ്രായം ചെയ്യുന്ന സ്ത്രീയല്ലേ. ചിലപ്പോ ചില പിടിവാശികളൊക്കെ കാണും. നമ്മൾ വേണം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കരുതി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ. എന്നെ കൊണ്ട് പറ്റത്തില്ല ചെയ്യാത്ത കുറ്റത്തിന് ചീത്ത കേൾക്കാൻ. അവർക്കൊരു മോളുണ്ടല്ലോ. നാക്ക് ചൊറിയുന്നുണ്ടെങ്കിലേ അവളെ പറയട്ടെ. എന്നെ പറഞ്ഞ ഞാനും പറയും. പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഗിരി ഇപ്പോഴത്തെ കുട്ടികള്. പണ്ടത്തെ കുട്ടികള് ഭർത്താവിന്റെ ചെലവിൽ കഴിഞ്ഞിരുന്നവരാ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവര് പഠിച്ചവരാ. അവർക്ക് നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമാനം പണയം വെച്ച് അവര് നിൽക്കില്ല. അതാരുടെ കീഴിലായാലും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. ഗിരി ഒരു പഴഞ്ചനാ. ഈ വീട്ടിലെ സകല ദോഷങ്ങളും ഗിരിക്ക് കിട്ടിയിട്ടുണ്ട്. ചില നേരത്തെ എനിക്ക് പോലും ഗിരിയോട് വെറുപ്പ് തോന്നും. പിന്നെ കെട്ടിപ്പോയല്ലോ എന്നോർത്തങ്ങ് സഹിക്കും. ഭർത്താവിനെ സഹിക്കാം, ഭർത്താവിന്റെ വീട്ടുകാരെയും കൂടെ സഹിക്കണമെന്ന് പറഞ്ഞ എന്നാ ഞാൻ ചെന്നതേ ഉള്ളൂ. എന്നെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിക്കണ്ട എന്ന് കരുതി സ്നേഹത്തിൽ കൊണ്ട് നടന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നാനെ. ഇതിപ്പോ അങ്ങനെ വല്ലതും ആണോ? കാലം എത്ര മാറിയാലും മാറാത്ത ഒരു സംഗതിയേ ഉള്ളൂ. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക്. അത് തീരണമെങ്കിൽ ഒന്നുകിൽ അമ്മായിയമ്മ ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ മരുമോളും ഭർത്താവും വേറെ താമസിക്കണം. അവസാനം അങ്ങനെ തന്നെ വേണ്ടി വരുന്ന തോന്നുന്നത്. പറഞ്ഞാ മതി, എന്ത് സഹായവും ഞാൻ ചെയ്തുതരാം. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. വേദയുടെ ഒറ്റ ബലത്തിലാ ഞാൻ ഈ കളിക്കുന്ന മുഴുവൻ. ഗൗരി വാ, ഞാൻ ചായ എടുത്തുതരാം. നീൽമഹേഷ് ഇവിടെയാണ് താമസം? അതെ. ഞാനത് വീട്ടിലാ പോയത്. മഹേശ്വരൻ സാർ ഇവിടുത്തെ അഡ്രസ് തന്നത്. ഒരു പോസ്റ്റ് ഉണ്ട്. ശരി. ഏട്ടാ, ഒരു കത്തുണ്ട്. ഏട്ടാ, ഒരു കത്തുണ്ട്. ആ, LIC എന്നാ. ഞാൻ പണ്ട് ഗൗരിയുടെ പേരിൽ ഒരു പോളിസി ചേർന്നിരുന്നു. അത് മെച്ചറായതിൻ്റെ കത്താ. സ്വാതി, നീ ഒരു കാര്യം ചെയ്യണം. ഇത് കൊണ്ടുപോയി ഗൗരിക്ക് കൊടുക്കണം. അവളുടെ കല്യാണമായിട്ട് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതിന്റെ ക്ഷീണം എങ്ങനെ തീരട്ടെ? ഇതും കൊണ്ട് ചെന്നാ അവളെന്നെ ഓടിക്കോ? കേറി വരുന്ന മഹാലക്ഷ്മിയെ പുറങ്കാലി കൊണ്ട് തൊഴിക്കുന്ന കൂട്ടത്തിലാ അവള്. ഏയ്, ഇതവള് വാങ്ങും. കാശ് ഞാൻ അടച്ചെങ്കിലും അവളുടെ പേരിലാ ചേർന്നിരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാനിത് അവൾക്ക് കൊടുക്കില്ലായിരുന്നു. ഇത് അവൾക്കേ മാറാൻ പറ്റൂ. ഞാൻ പോയി നോക്കേട്ടാ. കാശല്ലേ, അതുകൊണ്ട് വേറൊന്നും പറയാൻ സാധ്യതയില്ല.
ഏട്ടൻ അവളെ സ്നേഹിച്ചിരുന്നു അങ്ങനെയെങ്കിലും അവൾക്ക് തോന്നട്ടെ. കാല് മാറ്റ്. നിക്കടി അവിടെ. ആ എങ്ങോട്ടേ കേറി പോണത്? ഗൗരി. ആര്? ഗൗരി. ഗൗരി ആ വൃത്തികെട്ടവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? കറങ്ങാൻ പോയി. ട്രിപ്പ്. അഹങ്കാരി. അവൾ ഒരിക്കലും കൂടെ പിടിക്കില്ല. അവള് തെറ്റ് ചെയ്തതിനെ ഇവളോട് ദേഷ്യപ്പെട്ട് എന്താ പ്രയോജനം? തെറ്റ് ചെയ്തത് അവളല്ലേ? ഇവളും ചെയ്തിട്ടുണ്ട്. അതെ, സത്യം പറയാലോ, ഇവളുടെ അന്നത്തെ പെരുമാറ്റം കൊണ്ട് ഗൗരിയെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇവളുടെ നയവും വർത്താനവും ഒക്കെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. പക്ഷെ അവളും ആ ഗൗരി, അവൾ ഈ വീട്ടിൽ വാഴത്തിൽ എന്റെ പൊന്നുമോളെ. ഒന്നുകിൽ ഞാൻ അവളെ അടിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ അവൾ എന്നെ അടിച്ച് പുറത്താക്കും. ഇതിൽ രണ്ടിലൊന്ന് എന്തായാലും അടുത്ത് തന്നെ സംഭവിക്കും. പ്രശ്നം രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്. കൂടുതൽ അവളുടെ ഭാഗത്താണെന്ന് മാത്രം. പുതുപ്പെണ്ണല്ലേ, പോരപ്പുറം തൂക്കാനെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാം അറിഞ്ഞ് ചെയ്യട്ടെ എന്ന് കരുതി മാറിയുന്നു. പക്ഷെ ചെയ്യണ്ടേ? ഏത് നേരം ഒരുങ്ങി കെട്ടി നടക്കും. ഞാൻ പേടിച്ച് എന്തായാലും നടന്നു. അവനിപ്പോ അവള് പറയുന്നത് മാത്രമേ കേൾക്കൂ. രാജീവ് അവളുടെ അടിമയായി മാറി. അത് അവനെ കൊള്ളാഞ്ഞിട്ട് പേങ്കോന്തൻ. അവൾ എന്ത് പറഞ്ഞാലും അവൻ അവളുടെ കൂടെ നിൽക്കും. സത്യം പറഞ്ഞ് എനിക്ക് പേടിയാ മോളെ. ഇപ്പോ എന്റെ തല വെട്ടിക്കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ അവൻ അതും ചെയ്യും. അവളത് പറയുകയും ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ എന്ന് മോളിപ്പോ പറഞ്ഞാ മതിയോ? അത് അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ? അതെ, അടുക്കള കേറില്ല. ഒരു വസ്തു അരിയാൻ അറിയില്ല, അരിയാട്ടാൻ അറിയില്ല, അലക്കാൻ അറിയില്ല, തുടയ്ക്കാൻ അറിയില്ല. ഹോ, ഏതു നേരം ഒരു കൊണാണ്ടുണ്ടല്ലോ മൊബൈല്, അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ബാക്കിയുള്ള കഷ്ടപ്പെട്ടിട്ടാ അവൾക്കടക്കം വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്. ചേച്ചി കല്യാണത്തിന് പോലും കണ്ടില്ലല്ലോ. ആ, വിളിച്ചു കാണില്ല. നന്ദിന്ന് പറയുന്നതേ തൊട്ട് തീണ്ടിട്ടില്ല ആ സാധനത്തിന്. അല്ല, മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇത് കൊടുക്കാനമ്മ. അമ്മ, ഹോ, എന്തൊരു സുഖമുണ്ട് മോളത് വിളിച്ച് കേൾക്കുമ്പോ. അവളുണ്ടല്ലോ ആ മൂദേവി, അവള് വിളിക്കുന്നത് കേൾക്കണം. അറക്കവാൾ എന്റെ നെഞ്ചത്ത് കയറുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്തു പറഞ്ഞാലും അപ്പ തുടങ്ങും തറുതല പറയാൻ. അല്ല, മോളുടെ വീട്ടിലും ഇങ്ങനെ ആയിരുന്നു അവള്? അങ്ങനെ ചോദിച്ചാ എല്ലാവരും ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണം, അല്ലെങ്കിലേ അവര് നമ്മളെ അടിക്കും. മോള് രാജീവിന്റെ കാര്യത്തിലും നോക്ക്, എങ്ങനെ നമ്മൾ വളർത്തിയത് അവനെ. അവന് പണ്ട് സ്ഥിരമായിട്ട് പനി വരത്തില്ലായിരുന്നോ? എന്നിട്ട് നനഞ്ഞ തുണി അവന്റെ നെറ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കൂടെ ഇരിക്കും. എത്ര രാത്രികളാണെന്നറിയോ അവന് വേണ്ടി ഞാൻ ഉറങ്ങാതിരുന്നത്? മോളെ, ഞാൻ കണക്ക് പറയല്ല. നിന്നെ കണ്ടപ്പോ എനിക്കങ്ങ് സങ്കടം തോന്നി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മൂക്ക് കഴിയുമെങ്കിൽ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് മാത്രമല്ല, അതിനി അവൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ശ്രമിക്കാം അച്ഛാ. നേര് പറയാലോ, നിന്നെ പോലൊരു പെൺകുട്ടിയാ ഈ വീട്ടിൽ വരേണ്ടിയിരുന്നത്. ഭംഗിക്കൊന്നും ഒരു കാര്യമില്ല മോളെ, മനസ്സാ പ്രധാനം. നിനക്കതുണ്ട്, ഗൗരിക്കതില്ല. നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു അവളെ ഉപദേശിക്കാൻ പോവാൻ? നമ്മൾ പറഞ്ഞാലൊന്നും അവളുടെ തലയിൽ കയറില്ലെന്ന് അറിഞ്ഞൂടെ? വേദയാണല്ലോ ഇപ്പൊ അവളെ വഴികാട്ടി. വഴി കാണിച്ച് കാണിച്ച് ഒടുക്കം പെരുവഴിയിലാവുമ്പോഴേ അവൾക്ക് മനസ്സിലാവും. പിന്നെ തിരിച്ചു നടക്കാനും പറ്റില്ല. നഷ്ടപ്പെട്ടു പോയ തൊട്ട് തിരിച്ചു പിടിക്കാനും പറ്റില്ല. രാജീവിന്റെ അമ്മയുടെ ദേഷ്യം കാണണമായിരുന്നു ഏട്ടൻ. അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോയത്. അല്ല, ഒന്നാലോചിച്ചാ അവരിത് അനുഭവിക്കണം. സ്ത്രീധനത്തിനു വേണ്ടി വാശി പിടിച്ച് കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞവരല്ലേ? അങ്ങനെയുള്ള അമ്മായിയമ്മമാർക്കുള്ള തിരിച്ചടിയാണ് ഗൗരിയെ പോലുള്ള മരുമക്കള്. രാജീവ് അവളുടെ കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമാ ആകെ ഒരു ആശ്വാസം. അതിപ്പോഴല്ലേ?
കുറച്ചു കഴിയുമ്പോ രാജീവൻ ആരുടെ ഭാഗത്താ തെറ്റെന്ന് മനസ്സിലാവും. അതോടെ അയാൾ പിന്മാറും. ആ സമയത്ത് ഗൗരി എന്ത് നിലപാടെടുക്കും അതിനെ ആശ്രയിച്ചിരിക്കും അവളുടെ ഭാവി. എനിക്ക് പ്രതീക്ഷയൊന്നും അധികമില്ല സ്വാതി. വേദ പറയുന്നത് കേൾക്കുന്നവളാ ഗൗരി. അതുകൊണ്ട് രാജീവും ഗൗരിയും തമ്മിൽ വഴക്കിടാനാ സാധ്യത. വേദയുടെ ലക്ഷ്യം എന്താന്ന് അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഗൗരിക്ക് പറഞ്ഞു കൊടുത്തതാ. കേൾക്കണ്ടേ? ഇനിയിപ്പോ വരുന്നത് പോലെ വരട്ടെ. എന്ത് സംഭവിച്ചാലും നമ്മൾ വേണമല്ലോ അതൊക്കെ കാണാൻ. സ്വന്തം അനിയത്തി, അവൾക്കൊരാപത്ത് വന്നാ ഞാൻ തന്നെ അത് സഹിക്കണ്ടേ? ചില ആളുകളെ എത്ര ശ്രമിച്ചാലും നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല ഏട്ടാ. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. ഒരു തവണ പറഞ്ഞല്ലോ, കേട്ടില്ല. വേണ്ട, അനുഭവം വരുമ്പോ പഠിക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ പറ്റില്ല എന്ന് പറയരുത്. എന്താ? ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുക. എന്ത് ജോലി? എന്തെങ്കിലും. എന്തായാലും പകൽ മുഴുവൻ വെറുതെ ഇരിക്കല്ലേ, കിട്ടുന്നതായില്ലേ. അപ്പോ വളവിറ്റ് 2 മാസം കഴിക്കാന്നൊക്കെ പറഞ്ഞത്? പിന്നെ ആലോചിച്ചപ്പോ അത് വേണ്ടെന്ന് തോന്നി. വേറൊന്നും കൊണ്ടല്ല, മരിച്ചുപോയ ഏട്ടന്റെ അമ്മ തന്ന വളകളാ, അമ്മയുടെ ഓർമ്മ. അത് വിൽക്കാൻ മനസ്സ് വരുന്നില്ല ഏട്ടാ. നമുക്ക് കാശുണ്ടായാ മതിയല്ലോ. അതൊന്നും വേണ്ട സ്വാതി. നിന്നെ ജോലിക്ക് വിട്ട് അതൊന്നും ശരിയാവില്ല. ഇങ്ങനൊരവസ്ഥ വന്നതുകൊണ്ടല്ലേ ഏട്ടാ ജോലിക്ക് പോവാൻ എനിക്കൊരു പ്രയാസമില്ല. എന്നാലും എതിരൊന്നും പറയരുതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാ. 2 മാസം കടന്നു കിട്ടുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. രാഹുലേട്ടന് നമ്മൾ ഇനി സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നതും ശരിയല്ലല്ലോ. എന്നാലും നിനക്ക് വേറൊന്നും കൊണ്ടല്ല. നിനക്ക് എന്ത് ജോലി കിട്ടാ? അത് അന്വേഷിക്കണേട്ടാ. വല്ല പാക്കിങ്ങിലോ മറ്റോ കിട്ടില്ലേ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റില്? അതാകുമ്പോ വലിയ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. അതിനൊക്കെ പോയി എന്ത് കിട്ടാനാ സ്വാതി? കിട്ടുന്നത് മതിയല്ലോ ഏട്ടാ. ചെറിയ തുകയാണെങ്കിലും അത്രയെങ്കിലും ആയല്ലോ. നല്ല ജോലിയാണെങ്കിലും ഞാൻ പോവൂ. ജോലിക്ക് പോകുന്നതുകൊണ്ട് ഏട്ടൻ ഒരു നാണക്കേടും വരാതെ ഞാൻ നോക്കിക്കോളാം. കഷ്ടം. നടനാവാൻ മോഹിച്ച കോടീശ്വരനായ നീൽമഹേഷിന് ഇപ്പൊ ജീവിക്കാൻ സ്വന്തം ഭാര്യയെ ജോലിക്ക് വിടേണ്ട ഗതികേട് വന്നിരിക്കുന്നു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഏട്ടാ. ഇതൊരു താൽക്കാലിക ഏർപ്പാടായി മാത്രം കണ്ടാ മതി. സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുമ്പോ ഓർത്ത് ചിരിക്കാൻ ഒരു തമാശ, അത്രയും വിചാരിച്ചാ മതി. ഏട്ടാ സമ്മതിക്കണം. ശരി. എല്ലാത്തിനും നീ തന്നെ പോണം അല്ലേ സ്വാതി? വീട്ടു സാധനങ്ങൾ വാങ്ങാനും മരുന്ന് വാങ്ങാനും കറണ്ട് ബില്ല് അടയ്ക്കാനും എല്ലാത്തിനും നീ തന്നെ പോണം. കഷ്ടം. നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. വാടകയൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നീലിന്റെ ആശുപത്രി ചെലവൊക്കെ അങ്ങ് നടന്നു. ഇനിയാ പ്രശ്നം. എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനും നെടുവീർപ്പെടാനും ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടല്ലോ. മഹാഭാഗ്യം. അഹങ്കാരം അതിങ്ങനെ ഒരു അഴക് പോലെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോഴാ എനിക്ക് അത്ഭുതം തോന്നുന്നത്. എന്ത് കണ്ടിട്ടാടി ഇപ്പോഴും നീ നെകളിക്കുന്നത്? പീച്ചച്ചട്ടി എടുത്തു, എന്നാലും താഴാൻ വയ്യ. ഞാനേ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളാ. ദാരിദ്ര്യം വന്നാലും അഭിമാനം ആരുടെ മുമ്പിൽ പണയം വെക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ കഷ്ടപ്പാട് അതിങ്ങനെ കാലങ്ങളോളം നിലനിൽക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എല്ലാം മാറും. കേസ് കോടതിയിലുണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട. ആ വിൽപത്രം വന്നതെങ്ങനെയാണെന്ന് കോടതിയിൽ തെളിയും. ഓ, ആ പ്രതീക്ഷയിലാണോ നീ ജീവിക്കുന്നത്? വിവരദോഷം എന്നല്ലാണ്ട് എന്താ പറയാ? എടി, കൊടിമൂത്ത വക്കീലന്മാരാ എനിക്ക് വേണ്ടി കേസിൽ ഹാജരാവാൻ പോന്നെ. അവരെ കണ്ടാ ജഡ്ജിമാര് പോലും അറിയാതെ എഴുന്നേറ്റ് പോവും. അങ്ങനെയുള്ളപ്പോ സ്റ്റാമ്പ് വാങ്ങാൻ പോലും കാശില്ലാത്ത
നീ എന്തുണ്ടാക്കാനാ? അത് നമുക്ക് നോക്കാം. സത്യമാണല്ലോ അവസാനം ജയിക്കാൻ പോകുന്നത്. കൊടികുത്തിയ വക്കീലന്മാരെ കൊണ്ടുവരാൻ നിനക്ക് പറ്റിയേക്കും. ചെയ്ത തോന്നിയാസം വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? നമുക്ക് നോക്കാം. നോക്കാം. എന്താ കയ്യില്? നിന്നാ കഴിക്കാൻ ചോറ് തരുമോ? നിന്റെ കൈ കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. സ്വയം അങ്ങ് ഉണ്ടാക്കി കഴിച്ചാ മതി. അല്ലെങ്കിലേ വേലക്കാരിയെ വെക്ക്. ഓ, വേലക്കാരി. അത് പറഞ്ഞപ്പോഴാ പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. പറയുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. പറഞ്ഞോ. എന്തായാലും നിനക്ക് കഷ്ടപ്പാടാ. ഒരു വാടക വീട്ടില് വരുമാനം ഒന്നും ഇല്ലാതെ എത്ര നാള് താമസിക്കാൻ പറ്റും? ചികിത്സ, വീട്ടു ചെലവ്, എല്ലാത്തിനും നീ ഒരാൾ ഓടണ്ടേ? ഇപ്പൊ സഹായിക്കുന്നവർക്കൊക്കെ എത്ര കാലം സഹായിക്കാൻ പറ്റും? നിന്റെ ബന്ധുക്കളാണെങ്കിൽ റിച്ചും അല്ല. അപ്പൊ അധികം വൈകാതെ നിനക്കൊരു ജോലി കണ്ടുപിടിക്കേണ്ടി വരും. നിന്റെ ഒരു ലെവല് വെച്ച് ഏതെങ്കിലും വീട്ടിൽ അടുക്കള പണി ചെയ്യാനേ പറ്റൂ. ആ പണി മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. ആ പണി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനൊരു ഓഫർ വെക്കാം, പറ്റുമെങ്കിൽ സ്വീകരിക്കേ. വേറൊന്നുമല്ല, നീ എന്റെ വീട്ടിൽ ജോലിക്ക് വാ. അതാവുമ്പോ പുറത്തു പോയി പണിയെടുക്കുകയും വേണ്ട. പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശും തരാം ശമ്പളമായിട്ട്. അതായത് ഞാൻ നിന്റെ അടുക്കളക്കാരി ആവണോന്ന്? എങ്ങനെ വേണമെങ്കിലും നിനക്ക് വിചാരിക്കാം. നീ ആള് കൊള്ളാലോ. എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയേ? ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല സ്വാതി. ഏതെങ്കിലും ഒരു വീടിന്റെ അടുക്കളപ്പുറത്ത് പാത്രം കഴുകേണ്ടി വരും നിനക്ക്. അതിലും നല്ലതല്ലേ എന്റെ വീട്ടിൽ ചെയ്യുന്നത്? കൊറേ കാലം നീ താമസിച്ചിരുന്ന വീട് തന്നെയല്ലേ ഇത്? ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം എടുക്ക. സമ്മതം ആണെങ്കിലും അല്ലെങ്കിലും പറയണം. സമ്മതമാണെങ്കിൽ ദാ 4000 രൂപ അഡ്വാൻസ്. സമ്മതം. ഞാൻ വരാം. ഗുഡ്. നിനക്ക് ബുദ്ധിയുണ്ട്. നിനക്കും. ഏട്ടാ, ആ കൈ നീട്ട്. എന്തിനാ? നീട്ട്. ദാ. ഇതെവിടുന്ന കാശ്? ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു. കേൾക്കുമ്പോ ഏട്ടന് ചിലപ്പോ ദേഷ്യം തോന്നും. എന്നാലും വേണ്ടെന്ന് മാത്രം പറയരുത്. ജോലി ശരിയായി കാണും. അതെ. എവിടെയാ? ഏട്ടന് അറിയാവുന്ന സ്ഥലത്ത് തന്നെയാ. ദിവസം 3-4 മണിക്കൂർ മാത്രം ജോലി ചെയ്താ മതി. മാസം 10,000 രൂപ കിട്ടും. അതെന്ത് പണിയാ? വേദ ഇപ്പൊ വന്നിരുന്നു എന്നെ താറടിക്കാൻ. അവളുടെ വീട്ടില്, അതായത് നമ്മള് താമസിച്ചിരുന്ന ഭാവിയിലെ നമ്മുടെ വീട്ടിൽ വീട്ടുജോലിക്ക് വരുമോന്ന് ചോദിച്ചു. ഞാനങ്ങ് സമ്മതിച്ചു. ഞാൻ പറയുന്നത് മുഴുവൻ കേക്കേട്ടാ. വേണ്ട, ഒന്നും കേൾക്കണ്ട. കേട്ടിടത്തോളം തൃപ്തിയായി. വീട്ടുജോലി നാണമില്ലല്ലോ നിനക്ക്. നിന്നെ വീട്ടുജോലിക്ക് വിടാനാണോ ഞാൻ കല്യാണം കഴിച്ചത്? എടി, നീ എന്റെ ഭാര്യയാ. സമ്മതം പറയുന്നതിന് മുമ്പ് അതുപോലെ ഓർത്തില്ലല്ലോ നീ. ഇതിലും ഭേദം എന്നെ കൊല്ലുന്നായിരുന്നു സ്വാതി. ഞാൻ നിനക്കൊരു ഭാരമാണെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചതാ. ഞാനത് കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചോളാം. ഏട്ടാ, നമ്മുടെ വീടല്ലേ അത്? അവിടെ ജോലിക്ക് പോകുന്നോണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലേ? എന്നെയും നിന്നെയും ഈ അവസ്ഥയിൽ എത്തിച്ചവരുടെ എച്ചിപ്പാത്രം കഴുകാൻ ഒരു നാണക്കേടും തോന്നുന്നില്ലേ നിനക്ക്? വേണ്ട സ്വാതി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക് വരാൻ പറ്റില്ലെന്ന്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് പറയാം. വേണ്ട ഏട്ടാ, വേണ്ടെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടി കേക്ക്. എന്നിട്ട് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. ഞാൻ അവിടെ ജോലിക്ക് പോവാന്ന് വെച്ചത് പണം മാത്രം മോഹിച്ചിട്ടല്ല. അതൊരു അപമാനമാണെന്ന് എനിക്കറിയാഞ്ഞിട്ടുമല്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് നമ്മുടെ അച്ഛന്റെ മുഖം. അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ള സത്യം ഏട്ടൻ ഓർക്കാതെ പോകരുത്. അമ്മയില്ലാത്ത
നമ്മൾ ആരും ഇല്ലാത്ത ആ വീട്ടില് അച്ഛന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ ഏട്ടന്. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാതെ, കിട്ടിയാൽ തന്നെ അത് കഴിക്കാൻ പറ്റാതെ അച്ഛന് വേണ്ടിയാ ഞാൻ ആ തീരുമാനം എടുത്തത്. അമ്മയെ മരുന്ന് കൊടുത്ത് കൊന്നവള വേദ. നാളെ അതേ രീതിയിൽ അച്ഛനെ വകവരുത്തില്ലെന്ന് ആര് കണ്ടു? ഞാൻ എവിടെ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അച്ഛനും അത് സന്തോഷമായിരിക്കും. അതുകൊണ്ടേട്ടാ ഞാൻ, അല്ലാതെ. എന്നാലും സ്വാതി, വീട്ടുജോലി എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്ന അതേ പണികൾ തന്നെയല്ലേ ഇപ്പോഴും ചെയ്യേണ്ടതുള്ളൂ. എനിക്കതൊരു ഭാരമല്ല ഏട്ടാ. പിന്നെ ശത്രുവാണെങ്കിലും വേദ പറയുന്ന ഒരു കാര്യം സത്യം. പുറത്ത് ജോലിക്ക് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണല്ലോ സ്വന്തം വീട്ടിൽ തന്നെ പോകുന്നത്. ഏട്ടൻ അച്ഛനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട.